ഹലോ, ജോവിയൽ ഡിസൈനിൽ ഇന്നത്തെ വീഡിയോ ഒരു 30 ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്ന ചോളി ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ്. ഓരോ സ്റ്റെപ്പും തന്നെ തുടക്കക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദമായി കാണിച്ചു തരാം. ആദ്യം തന്നെ തുണി അയൺ ചെയ്ത ശേഷം സ്ട്രെയിറ്റ് ലൈൻ വരച്ച് തുണി ലെവലാക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഇറക്കത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് അടയാളപ്പെടുത്തണം. ഇവിടെ എനിക്ക് 13 ഇഞ്ചാണ്, അപ്പോൾ 1.5 ചേർത്ത് 14.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പിനും 1/2 ഇഞ്ച് തച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഫിനിഷിങ്ങിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ അടയാളത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ആവശ്യം ആം ടു ആം, ഫ്രണ്ട് ആം ടു ആം വരുന്ന അളവാണ് ആവശ്യം. എനിക്കിവിടെ 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച് ഷോൾഡറിൻ്റെ പോർഷനിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ കോളർ കഴുത്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 5 ഇഞ്ച് ഉപയോഗിക്കരുത്. ഷോൾഡറിന് എത്രയാണോ ലെങ്ത് വരുന്നത് അതിൻ്റെ പകുതി ഉപയോഗിക്കാവൂ. അതുതന്നെ ഇവിടെ ഇപ്പം ഞാൻ എടുത്ത 5 ഇഞ്ച് തന്നെ ആം ഹോളിലത്തേക്ക് വേണ്ടി ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് കൊടുക്കാം. ഇവിടെ 30 ഇഞ്ച് ചെസ്റ്റിന് 4/1 7.5 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നെക്ക് ഇറക്കം വരുന്നത് 4.5 ഇഞ്ചാണ്. ഷോൾഡറിന് 1/2 ഇഞ്ചും കൊടുത്ത് നെക്ക് മടക്കി അടിക്കാനുള്ള 4 ഇഞ്ചും കൊടുത്തതിന് ശേഷം 4.25 ഞാനിവിടെ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ടാണ് അടയാളപ്പെടുത്താനുള്ളത്. ആം ഹോള് നമുക്കിവിടെ 13 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 2/1 6.5 ഇഞ്ചാണ്. ആ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്ന സമയത്ത് ചെസ്റ്റ് റൗണ്ടും ആം റൗണ്ടിൻ്റെയും പോയിൻ്റ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരിടത്തായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ലൂസ് ഉണ്ടാവും കഴുത്തിൽ. അപ്പോൾ നമുക്ക് ഇനി ആവശ്യം ബാക്ക് ആം ടു ആമുള്ള ലെങ്താണ്. അതെനിക്കിവിടെ വരുന്നത് 12 ഇഞ്ചാണ്. 12-ൽ 2/1 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ഇപ്പുറത്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഷോൾഡറിൽ ആ പോയിൻറ്റും ആ ഇപ്പോൾ അടയാളപ്പെടുത്തിയ പോയിൻറ്റിലേക്ക് ഒരു ചരിഞ്ഞ ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ആം ഹോൾ നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. ഇനി അളന്ന് നോക്കുമ്പോൾ ആം റൗണ്ടും ചെസ്റ്റ് റൗണ്ടിൻ്റെ പോയിൻറ്റും കണക്ട് ചെയ്യുന്നത് ഒരിടത്തായിരിക്കണം. എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് ഫ്രഞ്ച് സ്കെയിൽ ഉപയോഗിച്ച് നേരെ അടയാളപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഞാൻ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്ത ശേഷം താഴേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി ചരിഞ്ഞൊരു സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. നമുക്കിനി വേസ്റ്റ് റൗണ്ട് നോക്കാം. എനിക്കിവിടെ 26 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അതിൻ്റെ 4/1 നമുക്കവിടെ അടയാളപ്പെടുത്താവുന്നതാണ്. അതിനോടൊപ്പം തന്നെ എനിക്കിവിടെ 6.5 കിട്ടിയത്. അതിനോടൊപ്പം ഒരു 3/4 ഇഞ്ച് നമുക്ക് ടക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുണ്ട്. ആ 3/4 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം മേലത്തെ പോലെ തന്നെ താഴെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ആ തയ്യൽ തുമ്പുകൾ തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി നമുക്കിതിൻ്റെ നെക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് ഷോൾഡർ സ്ട്രാപ്പ് ആദ്യം എത്ര കിട്ടുമെന്ന് നോക്കാം. നമുക്ക് 2 ഇഞ്ചെങ്കിലും ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ടാകണം. നെക്ക് വിട്ട് ഇപ്പോൾ 2 ഇഞ്ചേ വരുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2.25 ഇഞ്ചാണ് നെക്ക് വിട്ട് കൊടുക്കുന്നത്. തച്ച് കഴിയുമ്പോൾ അത് 3 ഇഞ്ചായിട്ട് കിട്ടും. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടെ വിട്ടിട്ടാണ് 2.25 അടയാളപ്പെടുത്തുന്നത്. അത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിന് ശേഷം തയ്യൽ തുമ്പ് എത്രയുണ്ടെന്ന് നോക്കുക. ഇപ്പോൾ നമുക്ക് 2 ഇഞ്ച് ഷോൾഡർ സ്ട്രാപ്പ് കിട്ടുന്നുണ്ട്. ഇനി ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നമുക്ക് ആ ബോക്സിനുള്ളിൽ നെക്കിൻ്റെ ഷേപ്പ് റൗണ്ട് വരച്ച് കൊടുക്കാവുന്നതാണ്. നല്ല വൈഡായിട്ടുള്ള നെക്ക് ആവശ്യമുള്ളവർക്ക് താഴത്തെ നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ പോർഷനിൽ 2.5 എന്നുള്ളത് 3 ഇഞ്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് വലിയ തുറന്ന നെക്ക് വേണ്ടാത്തതുകൊണ്ട് ചെറിയ നെക്കാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് പീസ് മാറ്റിയ ശേഷം മെറ്റീരിയലിനെ തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യേണ്ടതുണ്ട്. സൈഡിൽ എപ്പോഴും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്യണം. അതിന് ശേഷം ബാക്കിലെടുത്ത ഇറക്കത്തേക്കാൾ 2 ഇഞ്ച് കൂടുതൽ നമ്മളെപ്പോഴും ഫ്രണ്ടിലെ ഇറക്കത്തിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ബാക്കിലെടുത്ത അതേ നെക്കളവും എല്ലാം നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിന് നമ്മൾ 5 ഇഞ്ചായിരുന്നു അവിടെ ഇറക്കിയെടുത്തത്. അതേ 5 ഇഞ്ച് തന്നെ നമുക്കിവിടെ ആം ഹോളിന് വേണ്ടി ഇറക്കി കൊടുക്കാവുന്നതാണ്. ഇനി
നമ്മൾ ബാക്ക് പീസിൻ്റെ ചെസ്റ്റ് റൗണ്ട് 7.5 ഇഞ്ചാണ് എടുത്തത്. ഫ്രണ്ടിൽ വരുമ്പോൾ 1/2 ഇഞ്ചും കൂടെ അഡീഷണലായിട്ട് ചേർക്കണം. അതിനോടൊപ്പം 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ആം ഹോള് എടുക്കാം. ഇവിടെ 5 ഇഞ്ചിലോട്ട് തന്നെ നമുക്ക് ഈ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഷേപ്പ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ടിന് ആവശ്യമായ ഷേപ്പ് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രസ് പോയിൻ്റാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തതിന് ശേഷം എൻ്റെ ഈ അളവിൽ 8.5 ഇഞ്ചാണ് ബസ് പോയിൻ്റ് വരുന്നത്. ആ 8.5 ഇഞ്ച് ബസ് പോയിൻറ്റും ഇതിൻ്റെ ബ്രസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10.5 ഇഞ്ചുമാണ്. അതായത് അണ്ടർ ബസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്താണിത് 10.5 ഇഞ്ച്. അതിൽ 1/2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നില്ല. നമ്മൾ ഷേപ്പ് ചെയ്ത് തച്ച് വരുമ്പോൾ അത് കറക്റ്റ് 10.5 ഇഞ്ചിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തിയ ശേഷം സ്കെയിൽ ഉപയോഗിച്ച് നമുക്കതൊരു സ്ട്രെയിറ്റ് ലൈൻ അടയാളപ്പെടുത്താം. എപ്പോഴും അളവെടുക്കുമ്പോൾ ബോഡിയിൽ നിന്ന് തന്നെ അളവെടുക്കാൻ ശ്രദ്ധിക്കണം. ബ്രസ്റ്റ് പോയിൻറ്റും അണ്ടർ ബ്രസ്റ്റ് റൗണ്ടും ബ്ലൗസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റായ അളവുകളാണ്. അത് തെറ്റിയാൽ നമുക്ക് ലൂസായിട്ട് ബ്ലൗസിൻ്റെ പോർഷൻ ഉണ്ടാവും. ഇനി നമുക്ക് ബ്രസ്റ്റിൻ്റെ വിഡ്ത്താണ് ആവശ്യം. 6 ആണിതിൽ. അപ്പോൾ 1/2 3 ആയിട്ട് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ചെസ്റ്റിൽ 7.5 ഇഞ്ചിൽ നിന്ന് 3/4 ഇഞ്ച് അഡീഷണലായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ലൈനിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അഡീഷണലായി ചേർത്ത 1/2 ഇഞ്ചും ബ്രസ്റ്റ് പോയിൻറ്റും തമ്മിലുള്ള ആ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇനി അണ്ടർ ബ്രസ്റ്റ് റൗണ്ട് ലൈനിൽ നിന്ന് മേലേക്ക് 1.5 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തുക. ഇവിടെ പട്ട വയ്ക്കുന്ന പോർഷനിൽ ഉള്ള ആ ഗ്യാപ്പിൻ്റെ പകുതിയിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചതിന് ശേഷം അടയാളപ്പെടുത്തുക. രണ്ടാമത് വീണ്ടും ഒരു 1/2 ഇഞ്ച് കുറച്ച് രണ്ടാമതൊരു അടയാളം കൂടെ കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ടക്കിൻ്റെ വലിപ്പം നോക്കാം. അതിന് വേസ്റ്റ് റൗണ്ടാണ് ഉണ്ടാകേണ്ടത്. ബാക്ക് പീസിൽ നമുക്ക് വേസ്റ്റ് ലൈൻ റൗണ്ടായിട്ട് കിട്ടിയത് 6.5 ഇഞ്ചാണ്. അതേ 6.5 ഇഞ്ച് തന്നെ ബ്ലൗസിൻ്റെ ബാൻഡിൻ്റെ റൗണ്ടിലും കൊടുക്കുക. എന്നിട്ട് അണ്ടർ ബ്രസ്റ്റ് റൗണ്ടിൽ വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബാക്കി നിൽക്കുന്ന ആ അളവിൻ്റെ കൂടെ ഒരു മേലെ നമ്മൾ എക്സ്ട്രാ കൊടുത്ത 3/4 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊണ്ട് 2.5 ഇഞ്ചാണ് നമുക്കിതിൽ കിട്ടിയത്. ആ 1/2 ഇഞ്ചിൻ്റെ പകുതി നമുക്ക് ഇപ്പുറത്തും പകുതി അപ്പുറത്തുമായിട്ട് നമുക്കിങ്ങനെ അടയാളപ്പെടുത്തി എടുക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇനി ബാൻഡിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് റൗണ്ടിൻ്റെ അവിടെ നിന്ന് തയ്യൽ തുമ്പ് ആദ്യം 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിന് മുകളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണിക്കുന്ന പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. ആദ്യം വരച്ചതിന് ശേഷം രണ്ടാമതായി നമ്മൾ അടയാളപ്പെടുത്തിയ ആ പോയിൻറ്റുകൾ തമ്മിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് ബാൻഡിൻ്റെ ആ ഒരു ചെറിയ ഷേപ്പ് കിട്ടും. ഇത് ചെറിയ ബസ്റ്റ് ഷേപ്പ് ബ്ലൗസ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയൊരു ഷേപ്പ്. വലിയ സൈസിലേക്ക് വരുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ബാൻഡിൻ്റെ തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അതിന് ശേഷം വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് നമുക്കൊരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. നമുക്കത് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നമുക്ക് ആ ഷേപ്പ് കൊടുക്കാം. ഫിനിഷിങ്ങിൽ തച്ച് കഴിയുമ്പോൾ നമുക്കത് നല്ല ഫിനിഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഷേപ്പ് കൊടുക്കുന്നത്. എനിക്ക് തുണിയുടെ കുറവ് കാരണം 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്
പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് പീസിനേക്കാൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പോൾ ഇവിടെ തുണി ഉണ്ടായിരുന്നെങ്കിൽ ഈ അളന്ന് നോക്കുന്നത് കറക്റ്റായിട്ട് തന്നെ നമുക്കവിടെ കിട്ടുമായിരുന്നു. എനിക്ക് തുണിയുടെ കുറവ് കാരണം അളവ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ താഴേക്കുള്ള സ്പേസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. നമ്മളെപ്പോൾ തുണി കട്ട് ചെയ്താലും ഈ വീഡിയോ കാണുന്നത് പോലെ തുണി എപ്പോഴും ബാക്കും ഫ്രണ്ടും തമ്മിൽ അളന്ന് നോക്കണം. ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ തച്ച് കഴിയുമ്പോൾ അത് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുകയില്ല. എനിക്കിപ്പോഴും ഇതിലൊരു 1/2 ഇഞ്ചിൻ്റെ കുറവുണ്ടാകുന്നുണ്ട്. തുണിയില്ലാത്തത് കൊണ്ട് എനിക്കവിടെ 1/2 ഇഞ്ച് കൂട്ടിക്കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് ബാക്ക് ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ് ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഏത് ബ്ലൗസിൻ്റെ അളവിലും ഇനി നമുക്ക് അതിൻ്റെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. മേലെ കൊടുത്തേക്കുന്ന 2.5 ഇഞ്ച് വിഡ്ത്തിൽ നിന്നും 1/2 ഇഞ്ച് താഴെ കൂടുതൽ വിഡ്ത്ത് അടയാളപ്പെടുത്തിയാണ് നെക്കിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തുന്നത്. ഇനി സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നെക്കിൻ്റെ വീഡിയോയിൽ കാണുന്ന ആ പോർഷനിലുള്ള അളവ് 2.5 ഇഞ്ചാണ്. അതേ ഇഞ്ചിനെ മേലെ അടയാളപ്പെടുത്തുമ്പോൾ അവിടെ ഒരു 0.1 അധികമുണ്ട്. അതിനെ ഇതുപോലെ ചരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ആം ഹോളിൻ്റെ ഫിറ്റിങ്സ് കറക്റ്റാക്കാൻ പറ്റും. നെക്കിൻ്റെ പോർഷനിലേക്ക് 1/4 ഇഞ്ച് ഇറക്കി ഇതുപോലെ സൈഡ് സ്ലോപ്പ് കൊടുക്കുന്നത് മൂലം നെക്കിൻ്റെ ഫിനിഷിനെ അത് സഹായിക്കും. ഇനി നമുക്ക് ശ്രദ്ധയോടുകൂടി ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും